ടു ദ ലൈറ്റ് ഹൗസ് റിട്ടൺ ബൈ വിർജീനിയ വൂൾഫ്. അതൊരു നോവലാണ്. സമ്മറിയിലേക്ക് പോവാം. പാർട്ട് 1, ദ വിൻഡോ. റാംസേസിൻ്റെ സമ്മർ ഹോമിൽ, അതായത് ഐസ്ൽ ഓഫ് സ്കൈ, the section introduces Ramsay's family and their guests. Young James Ramsay ലൈറ്റ് ഹൗസ് വിസിറ്റ് ചെയ്യാൻ ആഗ്രഹിക്കുകയാണ്. ബട്ട് ഹിസ് ഫാദർ ഇൻസിസ്റ്റ് ദ വെദർ വോണ്ട് അലൗ ഇറ്റ്. മിസ്സസ് റാംസയുടെ വൈഫ് ഇസ് സെൻട്രൽ ഹിയർ, ഗ്രേസ്ഫുൾ, നർച്ചറിങ് ആൻഡ് ഡീപ്ലി അഡ്മയർഡ് ആണ്. ഇവരുടെ ഇന്നർ മോണോലോഗ്സ്, ഇവരുടെ മനസ്സിൽ കൂടെ എന്താണ് കടന്നു പോകുന്നതെന്നാണ്. വി സീ ദി കോംപ്ലക്സ് റിലേഷൻഷിപ്പ് ആൻഡ് ഇമോഷണൽ അണ്ടർകറൻസ് അമംഗ് ദ ക്യാരക്ടേഴ്സ്. ഇവരുടെ ഇന്നർ മോണോലോഗ്സ്, ഇവരുടെ ഇമോഷണൽ അണ്ടർകറൻസ് ആൻഡ് കോംപ്ലക്സ് റിലേഷൻഷിപ്സ്, അതാണ് ഇതിൻ്റെ സെൻട്രൽ ഫോക്കസ്. Lily Briscoe tries to paint a portrait of Mrs. Ramsay but struggles with doubt and societal expectations about women and art. അപ്പോൾ ഇവിടെ ഒരു ആർട്ടിന് എന്തോ ഒരു ഇമ്പോർട്ടൻസ് ഉണ്ട്. പാർട്ട് 2, ടൈം പാസസ്. ഇതൊരു പോയറ്റിക് സെക്ഷനാണ്. ഷോസ് ദ ഹൗസ് ഫോളോയിങ് ഇൻ ടു ഡീകേ ഡ്യൂറിങ് വാർ ഇയേഴ്സ്. അപ്പം വാറിനും ആർട്ടിനും എല്ലാം അവിടെ എന്തോ ഒരു ഇമ്പോർട്ടൻസ് അവിടെ കൊടുക്കുന്നുണ്ട് വിർജീനിയ വൂൾഫ്. നേച്ചർ ഗ്രാജുവലി ഓവർടേക്സ് ഇറ്റ്. അപ്പോൾ ഈ ഒരു ഹൗസ് ഡീകേയിലേക്ക് പോവുകയാണ്. നേച്ചർ ഗ്രാജുവലി ഓവർടേക്സ് ഇറ്റ്. മേജർ ഈവൻറ്റ്സ് എന്താണെന്ന് നോക്കാം. മിസ്സസ് റാംസയുടെ ഡെത്ത്, അവരുടെ മകളുടെ മരണം ആൻഡ് വാർ ഐ മെൻഷൻഡ് ഓൾമോസ്റ്റ് ഇൻ പാസിംഗ്. ടൈം പവർഫുൾ ആവുകയാണ്, ഓൾമോസ്റ്റ് ഇംപേഴ്സണൽ. പാർട്ട് 3, ദ ലൈറ്റ് ഹൗസ്. വർഷങ്ങൾക്ക് ശേഷം റാംസേസ് തിരിച്ചു വരികയാണ്. മിസ്റ്റർ റാംസേ, അതായത് ജെയിംസ് ആൻഡ് ഡോട്ടർ ക്യാം ഫൈനലി സെയിൽ ടു ദ ലൈറ്റ് ഹൗസ്. ആ സമയത്താണ് ലില്ലി ബ്രിസ്കോ സെറ്റ്സ് അപ്പ് ഹർ ഈസൽ അഗെയിൻ ആൻഡ് കംപ്ലീറ്റ്സ് ഹർ പെയിൻറ്റിങ്, സിംബലൈസിങ് ഹർ പേഴ്സണൽ ആൻഡ് ആർട്ടിസ്റ്റിക് ഗ്രോത്ത്. അവരുടെ പേഴ്സണൽ ആൻഡ് ആർട്ടിസ്റ്റിക് ഗ്രോത്താണ് ഇവിടെ അവരുടെ പെയിൻറ്റിങ് റെപ്രസെൻ്റ് ചെയ്യുന്നത്, അവരുടെ ടാലൻറ്റ്, അല്ലെങ്കിൽ ആ ഒരു വർഷങ്ങൾക്ക് ഉള്ളിലുണ്ടാകുന്ന അവരുടെ ഒരു ട്രാൻസ്ഫോർമേഷനാണ്. ദ നോവൽ ക്ലോസസ് വിത്ത് ലില്ലി അച്ചീവിങ് എ വിഷൻ ഇൻ ഹർ വർക്ക് വൈൽ ദ റാംസേസ് റീച്ച് ദ ലൈറ്റ് ഹൗസ് ഫുൾഫില്ലിംഗ് ജെയിംസ് ലോങ് ഡിലേഡ് വിഷ്. ജെയിംസ് ഒരിക്കൽ ആഗ്രഹിച്ചിരുന്നു ഈ ലൈറ്റ് ഹൗസിലേക്ക് സെയിൽ ചെയ്ത് പോകണമെന്ന്. അങ്ങനെ ഇവർ റിട്ടേൺ ചെയ്തതിന് ശേഷം ദേ സെയിൽ ടു ദ ലൈറ്റ് ഹൗസ് ഫുൾഫില്ലിംഗ് ജെയിംസ് ലോങ് ഡിലേഡ് വിഷ്. തീംസിലേക്ക് പോവാം. ദ നേച്ചർ ഓഫ് ടൈം. മിഡിൽ സെക്ഷനാണ് ടൈം പാസസ്. ഡെപ്പിക്ട്സ് ദ സൈലന്റ് ഡിറോഷൻ ഓഫ് ലൈഫ് ആൻഡ് സ്പേസ്, കോൺട്രാസ്റ്റിംഗ് ഷാർപ്ലി വിത്ത് മോർ ആക്റ്റീവ് ഫസ്റ്റ് ആൻഡ് ലാസ്റ്റ് സെക്ഷൻസ്. സബ്ജക്റ്റീവ് റിയാലിറ്റി. വൂൾഫ് ഇന്നർ തോട്ട്സ് ഓഫ് ഹർ ക്യാരക്ടേഴ്സിലേക്ക് ഡൈവ് ചെയ്ത് പോവുകയാണ്, എസ്പെഷ്യലി മിസ്സസ് റാംസേ. അപ്പം മിസ്സസ് റാംസയുടെ ഇന്നർ തോട്ട്സ് അല്ലെങ്കിൽ ഒരു ഫ്ലോ ഓഫ് തോട്ട്സ് ആണ് ഇതിൻ്റെ അകത്ത് ഇമ്പോർട്ടൻസ് കൊടുക്കുന്നത്. മിസ്സസ് റാംസേ, മിസ്റ്റർ റാംസയുടെയും ലില്ലി ബ്രിസ്കോയുടെയും ഇന്നർ തോട്ട്സിലേക്ക്. ആർട്ട് ആൻഡ് മീനിങ്. ലില്ലിയുടെ പെയിൻറ്റിങ്ങിലൂടെ വൂൾഫ് എക്സ്പ്ലോർസ് എ സെർച്ച് ഓഫ് കൊഹിറൻസ് ആൻഡ് പെർമനൻസ് ഇൻ ഫ്ലീറ്റിംഗ് വേൾഡ്. ഈ ഒരു വേൾഡിൽ കൊഹിറൻസിൻ്റെയും പെർമനൻസിൻ്റെയും ഒരു സെർച്ചിലേക്കാണ്, ഒരു എക്സ്പ്ലോറേഷനിലേക്കാണ് വൂൾഫ് നമ്മളെ കൊണ്ടുപോകുന്നത്. ജെൻഡർ റോൾസ്. ദ നോവൽ റിഫ്ലെക്ട്സ് ഓൺ വിമൻസ് റോൾസ്, എസ്പെഷ്യലി ത്രൂ ദ ഫിഗേഴ്സ് ഓഫ് മിസ്സസ് റാംസേ, ഹൂ ഇസ് എ നർച്ചറിങ് മദർ, ആൻഡ് ലില്ലി ബ്രിസ്കോ, ദ ഇൻഡിപെൻഡൻറ്റ് ആർട്ടിസ്റ്റ്. അപ്പം ഇവിടെ വിമൻസ് റോൾസിന് ഇമ്പോർട്ടൻസ് കൊടുക്കുന്നുണ്ട്. മിസ്സസ് റാംസേ ബീയിങ് ദ നർച്ചറിങ് മദർ ആൻഡ് ലില്ലി ബ്രിസ്കോ ബീയിങ് ദി ഇൻഡിപെൻഡൻറ്റ് ആർട്ടിസ്റ്റ്. ക്യാരക്ടേഴ്സിലേക്ക് പോവാം. മിസ്സസ് റാംസേ ഒരു വാം മെറ്റേണൽ ഫിഗറാണ് ഹു ട്രൈസ് ടു ബ്രിങ് പീപ്പിൾ ടുഗെദർ. മിസ്റ്റർ റാംസേ അവരുടെ ഹസ്ബൻഡാണ്, എ ഫിലോസഫർ ഹൂ സീക്സ് ഇൻഡിവിജ്വൽ റെക്കഗ്നിഷൻ. ലില്ലി ബ്രിസ്കോ ഒരു യങ് പെയിൻറ്ററാണ്, ഓഫൻ സീൻ എസ് വൂൾഫ്സ് ആൾട്ടർ ഈഗോ. ഇവിടെ വൂൾഫ് ഒരു ക്രിയേറ്റീവ് ആയിട്ടുള്ള ആളാണ്. നമുക്കറിയാം വിർജീനിയ വൂൾഫ് ആരാണുള്ള ഒരു ഫേമസ് ആയിട്ടുള്ള റൈറ്ററാണ്. അപ്പോൾ അവരുടെ ഉള്ളിലെ ടാലൻറ്റും ലില്ലി ബ്രിസ്കോ ഒരു യങ് പെയിൻറ്ററും തമ്മിലുള്ള ആ ഒരു കണക്ഷൻ ഇവിടെ കാണിക്കുന്നുണ്ടെന്ന് തോന്നുന്നു. ജെയിംസ് റാംസയുടെ ചൈൽഡാണ് സെൻട്രൽ ടു ദ ജേർണി ടു ദ ലൈറ്റ് ഹൗസ്.